ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കയിലെ ഖുറൈശികളായ അവിടുന്ന് അഭിസംബോധന ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയൊക്കെ പറഞ്ഞതിനു ശേഷം ഈ ഉപദേശങ്ങളൊക്കെ ആർക്കാണ് ഫലിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിനെ, അതിൻ്റെ ഉദ്ബോധനങ്ങളെ പിൻപറ്റുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, മനിത്തബഅ ദിക്റ. രണ്ടാമത്തെ വിഭാഗം ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, രഹസ്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അവർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിത്തന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിൽ ഭയപ്പെടുകയും ഖുർആനിൻ്റെ ഉദ്ബോധനങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്. അവർക്ക് മഗ്ഫിറത്തുണ്ടാകും, പാപമോചനം ഉണ്ടാവും, മാന്യമായ പ്രതിഫലവും അല്ലാഹു തആല നൽകും. സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരോട് ഒരാൾ ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയായിരിക്കും അവൻ്റെ അടിമകളോട് ഇടപെടുക? മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിൽ ഒരാൾക്ക് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് നൽകിയിരിക്കും. നിങ്ങൾ നിസ്കരിച്ചാൽ ഇന്ന കൂലി കിട്ടും, നിസ്കരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വതക്ക ചെയ്താൽ ഇന്ന കൂലി കിട്ടും. അതുപോലെ വ്യത്യസ്തങ്ങളായ ഏതെല്ലാം പ്രതിഫലങ്ങൾ അള്ളാഹു ഏതെല്ലാം അമലിന് പറഞ്ഞിട്ടുണ്ടോ ആ അമലുകൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മത്തിൻ്റെ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. വാഗ്ദാനം ചെയ്താൽ അത് മാറ്റിപ്പറയുന്ന ശൈലി അള്ളാഹുവിനില്ല. ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇതിന് കൂലിയില്ല എന്ന് പറയുന്നൊരു ശൈലി ഇല്ല. ചെയ്താൽ കൂലി കിട്ടും. സൽക്കർമ്മങ്ങൾക്ക് ദുനിയാവിൽ തന്നെയും ചില കൂലികൾ കിട്ടും, നാളെ പരലോകത്തെത്തിയാൽ അവിടുന്ന് കൂലി അല്ലാഹു തആല നൽകും. അപ്പോൾ അവർക്ക് മാന്യമായ പ്രതിഫലം രണ്ട് ലോകത്തുനിന്നും കിട്ടും. രണ്ട് ലോകത്തു നിന്നും മാന്യമായ പ്രതിഫലം അല്ലാഹു തആല നൽകും. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു ഒരു കാര്യത്തിൽ ഒരു കൂലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. അല്ലാഹു ഒരു കാര്യത്തിൽ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു ചിലപ്പോൾ അത് മാപ്പ് ചെയ്തു തരികയും ചെയ്യും. ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അള്ളാഹു ആ റഹ്മത്ത് നമുക്കൊക്കെയും ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. അള്ളാഹു നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അവൻ ഇളവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂലി തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കൂലി കിട്ടിയിരിക്കും. അള്ളാഹു ആകുന്ന സൃഷ്ടാവിൻ്റെ ഔദാര്യവും കാരുണ്യവുമാണെന്ന് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം. തൊട്ടുടനെ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. അല്ലാഹു ആണ് മരണപ്പെട്ട ആളുകളെ, മരിച്ചവരെ പുനർജനിപ്പിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ. മരിച്ചുപോയതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല. മരണത്തിനു ശേഷം അവരെയൊക്കെയും പുനർജനിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അവൻ്റെ അധികാരം അവൻ ഉറപ്പിച്ചു പറയുകയാണ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അങ്ങനെ അപ്പം മരണത്തിനു ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതിന് വരുന്ന വഴിയിൽ യാസീൻ തന്നെ പല തെളിവുകളും പറയും എന്ന് നമ്മൾ പറഞ്ഞു. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും. ആ ഭാഗമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളെയും രേഖപ്പെടുത്തി വെച്ചു. നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾ വളരെയേറെ ആലോചിക്കാനാണ്. ഒരു മനുഷ്യനിൽ നിന്ന് നന്മ ഉണ്ടായി എന്നത് മാത്രമല്ല, അയാളെ തുടർന്നും നന്മകൾ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലത്തിലെല്ലാം ഇയാൾക്ക് പങ്കു നൽകും. കണ്ടന്തറയിലെ പള്ളി, ഈ പള്ളി നിർമ്മിച്ച ആളുകളുണ്ട്. പണ്ട് പള്ളി വെച്ചവരുണ്ട്, പള്ളി വിശാലമാക്കിയപ്പോൾ അതിന് സഹായിച്ചവരുണ്ട്, സഹായങ്ങൾ സൗകര്യങ്ങൾ ചെയ്തവരുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം ഇപ്പം നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പലതിൻ്റെയും ഈ വർത്തമാനം പറയുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലം ഈ കിടക്കുന്ന ഖബർസ്ഥാനിലെ പലരുടെയും ഖബറിലേക്ക് ചെന്നുകൊണ്ടേയിരിക്കും.
കാരണം എന്താണ്? അവരാണിത് ചെയ്തത്. അവർ ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഇത്ര വലിയ വിപുലമായ സൗകര്യമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അതൊക്കെ വികസിച്ച് ഈ ഒരു വിശാലമായ അവസ്ഥയിലെത്തി. ആദ്യം ഉലുഹിയ്യ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതുപോലെ അത്രയും മൃഗങ്ങളൊന്നും അന്ന് ഉണ്ടാവണം എന്നില്ല. പക്ഷെ അത് വികസിച്ചു. ഉലുഹിയ്യത്ത് എന്ന കർമ്മം ഇന്ന് വിശാലമായി നടക്കുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കൂലി ആർക്ക് വരും? ആദ്യം ഇതാരാണോ തുടങ്ങിവെച്ചത്, ഈ സൽക്കർമ്മങ്ങൾ തുടങ്ങിവെച്ചത്, അത് കണ്ടിട്ടാണല്ലോ ജനങ്ങൾ പകർത്തിയത്. നമ്മിൽ നിന്ന് ജനങ്ങൾക്ക് പകർത്താൻ നന്മയെ ഉണ്ടാകാവൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ നന്മകളുടെ ഒരംശം നമ്മൾ മരിച്ചുപോയാലും മുറിയാതെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നന്മ ഏത് നന്മയാണെങ്കിലും, ഒരാളെ കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് വേറൊരാൾ ചൊല്ലി, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലുന്നത് കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി, ഒരാൾ ഖുർആൻ ഓതുന്നത് കണ്ടിട്ട് ഒരാൾ ഖുർആൻ ഓതി, അങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളുടെ ബാക്കിപത്രം, അവർ ചെയ്തു വെച്ചതിന്റെ അനന്തരഫലം അതെന്താണോ അതിന്റെ പ്രതിഫലവും നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഖൈറ് നമ്മുടെ ജീവിതത്തിൽ അധികമായി ചെയ്യുക. അതിന്റെ മറ്റൊരു തലം, ഒരാളിൽ നിന്ന് വന്നത് ഷർറാണ്, ആ ഷർറിൽ നിന്ന് പിന്നീട് വികാസമുണ്ടായി. ഒരാളൊരു കൂട്ടായ്മ ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. ആ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താ? വെറുതെ സമയം കളയുക, കുറെ കളി ഉണ്ടാക്കുക, കുറെ വർത്തമാനം പറയുക, കുറെ പൊട്ടിച്ചിരി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അയാൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ 2 or 3 അംഗങ്ങളെ ഉള്ളൂ. അയാൾ മരിച്ചു, കാലം കഴിഞ്ഞു, അതിങ്ങനെ വികസിച്ച് വലിയൊരു കൂട്ടായ്മയായി മാറി. ഇന്നവർ ചെയ്യുന്ന എല്ലാ തിന്മകളുടെയും ഒരു ഫലം ആരിലേക്ക് എത്തിച്ചേരും? ഇതാരാണോ തുടങ്ങി വെച്ചത് അയാളിലേക്ക് എത്തിച്ചേരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ അനക്കവും ശ്രദ്ധയോടെ വേണം എന്ന് പറയുന്നത്, ഓരോ ചലനവും ശ്രദ്ധയോടെ വേണം എന്ന് പറയുന്നത്. നമ്മളെ കണ്ടിട്ടൊരാൾ തിന്മ ചെയ്യാൻ പാടില്ല, അതിന്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നരകത്തിലേക്ക് വീഴാൻ പോകുന്ന ആളുകൾ യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. അവർ വിലപിച്ചുകൊണ്ടിരിക്കും, പടച്ചവനെ, അല്ലാഹുവിനെയും റസൂലിനെയും പിൻപറ്റി ജീവിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. ഞങ്ങൾ ദുനിയാവിൽ ചില ആളുകളെ കണ്ടിട്ടാണ് ഈ പണികളൊക്കെ ചെയ്തത്, ഞങ്ങളുടെ കാരണവന്മാര് കാണിച്ചത് കണ്ടിട്ടാണ്, അതിന്റെ കൂടെ കൂടിക്കൊടുത്തതാണ്. ആ കാരണവന്മാര് ചെയ്തു വെച്ചത് കണ്ടിട്ട് ചെയ്തതാണ്. റബ്ബേ, നരകത്തിലേക്ക് എത്തുമ്പോ അങ്ങനാണല്ലോ, ശിക്ഷിക്കപ്പെടാൻ പോകുമ്പോ ഒരു എക്സ്ക്യൂസ്, എവിടെയെങ്കിലും ഒരു ഇളവുണ്ടോ എന്ന് അന്വേഷിക്കും. അല്ലാഹുവേ, ഞങ്ങൾ ഇത് ചെയ്തത് ഞങ്ങൾ സ്വന്തം ചെയ്തതല്ല, ഈ ഐഡിയ ഞങ്ങൾക്ക് തന്നത് ഇന്നയാളാണ്, ഈ ആശയം ഞങ്ങൾക്ക് തന്നത് ഇന്നയാളാണ്, അയാൾ ഞങ്ങളുടെ മുന്നേ ജീവിച്ചിരുന്ന ആളാണ്, അയാൾ തുടങ്ങി വെച്ചത് ഞങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നേയുള്ളൂ. ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. അപ്പോഴാണ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ആരാടോ ഇത് തുടങ്ങി വെച്ചവൻ അവനെ കൊണ്ടുവരൂ. ഇവനാണിത് തുടങ്ങിക്കൊടുത്ത ആള്. ഇയാളത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് വഴിതെറ്റി പോകില്ലായിരുന്നു. ആ സമയത്ത് നരകവാസികൾ പറയും, എന്തായാലും ശിക്ഷിക്കപ്പെടാൻ പോവാണ്. ഉടനെ അവർ പറയും, റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ ഇവന് കൊടുക്കണം. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. അത്തരമൊരവസ്ഥ അഭിമുഖീകരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കൂട്ടായ്മകളുണ്ട്, അൽഹംദുലില്ലാ. പല ചെറുപ്പക്കാരും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നവർ, സാധുക്കൾക്ക് വീട് വെച്ച് നൽകുന്നവർ, സാധുക്കൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ നൽകുന്ന ആളുകൾ നമ്മുടെ പള്ളിയുടെ കീഴിൽ തന്നെ ഖിദ്മത്തിന്റെ കീഴിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ ഖൈറായ വഴിയിൽ മുന്നോട്ട് പോയാൽ അതിൻ്റെ ഒക്കെ ഒരു ഫലം നമുക്ക് നാളെ അനുഭവിക്കാനുണ്ടാവും. അത് വഴിതെറ്റിപ്പോയാൽ ഈ പറഞ്ഞതുപോലെ ആരാണോ തുടങ്ങി വെച്ചത് അവൻ വരെയുള്ള ആളുകൾക്ക് അതിൻ്റെ അനന്തരഫലം വനക്തുബുമാ ഖദ്ദമു വആസാറഹും. അതാ പറഞ്ഞത്, നടക്കുമ്പോഴും വർത്താനം പറയുമ്പോഴും കൂടുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം വളരെയേറെ ശ്രദ്ധിക്കണം. നാളെ റബ്ബിന്റെ മുമ്പിൽ ഇത് എനിക്കൊരു പണിയായി തീരുമോ എന്നൊരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാവണം.
റമദാന് തൊട്ട് മുമ്പ് എന്നെ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം വിളിച്ചിട്ട്, ഞാൻ ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി പോയി. നമ്മുടെ മഹലിൽ തന്നെയുള്ള 1-ാം മൈലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഭിന്നശേഷി, അതായത് കാലുകൾക്ക് പ്രയാസമുള്ള, സ്വാധീനം കുറവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് പോയി. ചെല്ലുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ പരിസര മഹല്ലുകളിലൊക്കെ ഉള്ള ഒരു 100 ഭിന്നശേഷിക്കാരായ ആളുകൾ അവിടെയുണ്ട്. വീൽ ചെയറിലും മറ്റുമൊക്കെ വരുന്ന ആളുകൾ ഒരു 100 ആളുണ്ട്. 100 ആൾ. ആ 100 ആൾക്ക് റമദാൻ കിറ്റ് കൊടുക്കാനാണ്. ഞാൻ ആലോചിച്ചു, പഠിച്ചവനെ ഈ ചെറുപ്പക്കാരന് എത്ര പ്രതിഫലം കിട്ടും. അപ്പം ഇദ്ദേഹം ഇന്നത് ചെയ്യുന്നു, ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്താൽ അതിൻ്റെയൊക്കെ പ്രതിഫലം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണല്ലോ വരിക. എത്ര നല്ല പ്രവർത്തനം! അങ്ങനെ ഒരുപാട് നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രവർത്തനങ്ങൾ നന്നാവണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും പാളിച്ച വന്നാൽ നമ്മളെ കണ്ട് നമ്മെ അനുകരിക്കാൻ അടുത്തൊരു തലമുറയുണ്ട്. ആ തലമുറ എന്ത് ചെയ്യും? അത് അനുകരിച്ചാൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. അതിന് നാളെ റബ്ബിന്റെ മുമ്പിൽ അവർ പറയും, പഠിച്ചവനെ, കുടുങ്ങുമ്പം പറയും, ഞങ്ങളല്ല ഇത് തുടങ്ങിയത്, ഈ ക്ലബ്ബ് തുടങ്ങിയത് ഇന്ന ആളാണ്, ഈ കളി തുടങ്ങി വെച്ചത് ഇന്ന ആളാണ്, ഈ മോശം പ്രവർത്തനം തുടങ്ങി വെച്ചത് ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് അതിന്റെ തലവന്മാരാരായിരുന്നോ അവിടെ വരെ ഇതിന്റെ ഫലം എത്തിച്ചേരും. വനക്തുബുമാ ഖദ്ദമു വആസാറഹും. മറ്റൊരു ഭാഗത്ത് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ, നമ്മുടെ മക്കളുടെ മക്കൾ, നമ്മുടെ പിൻതലമുറ, അവരുടെ സൽപ്രവർത്തനങ്ങൾ നമുക്ക് ഉപകരിക്കും. നമ്മുടെ മക്കൾ നമ്മളെ കണ്ട് നന്മ ചെയ്തു, അതിന്റെ ഒരു കൂലി ആർക്കും കിട്ടും? എല്ലാ കൂലിയും, നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളുടെ സകല കൂലിയും ചെന്ന് ചേരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. സുബ്ഹാനല്ലാഹ് നമ്മൾ ചൊല്ലിയാൽ അതിന്റെ കൂലി, അതിന്റെ ഒരു ഷെയർ എവിടെ എത്തും? മദീനയിലെത്തും. കാരണം മുസ്തഫായ നബിതങ്ങളാണല്ലോ നമുക്കിത് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അതുപോലെ വാപ്പയെ കണ്ട് മക്കൾ നന്നായി. എൻ്റെ വാപ്പ, ഈ സദസ്സിലെ പലരും പറയാനുണ്ടാവും, വാപ്പയെ കണ്ടിട്ടാണ് ഞാനും പള്ളിയിലേക്ക് വരാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ വാപ്പ പള്ളിയുമായി ബന്ധപ്പെട്ട ആളായിരുന്നു, അല്ലെങ്കിൽ പള്ളിയോട് ചേർന്ന ആളായിരുന്നു. അപ്പോൾ വാപ്പയെ കണ്ട് നന്നായി വന്ന മക്കളുടെ പ്രതിഫലം ആർക്കും കിട്ടും? വാപ്പയ്ക്കും കിട്ടും. വാപ്പയെ കണ്ട് മക്കൾ നന്നായി, മക്കളെ കണ്ട് പേരമക്കൾ നന്നായി, അങ്ങനെ തുടർച്ചയായി മക്കളും പേരമക്കളും ഒക്കെ നന്നായ ഒരാൾക്ക് ഏറ്റവും താഴെയുള്ള ആളിന്റെ പ്രതിഫലം മേലെ വരെ എത്തും. കാക്ക കാരണവന്മാർക്കെല്ലാം കിട്ടും. ഒരാളൊരു യാസീൻ ഓതിയാലും ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും ഒക്കെ വാപ്പയ്ക്കും കിട്ടും, വാപ്പാടെ വാപ്പയ്ക്കും കിട്ടും. അങ്ങനെ ഖൈറാത്തുകളുടെ പ്രതിഫലത്തിൽ പങ്കുപറ്റാൻ പറ്റുന്ന തരത്തിലാകണം നമ്മുടെ ജീവിതം. നമ്മുടെ മക്കളെ ഖൈറിന് വേണ്ടി നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ അവർക്ക് മാതൃകയാകണം. പ്രത്യേകിച്ച് പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ മക്കളുടെ ആദ്യത്തെ മാതൃക അത് അവരുടെ പാരൻസാണ്. മാതാക്കളും പിതാക്കളും അവരാദ്യം പഠിക്കുന്നത് വാപ്പയിൽ നിന്നാണ്. അവരാദ്യം കാണുന്നത് വാപ്പയുടെ ചലനമാണ്. അവരുടെ ഹീറോ എന്ന് പറയുന്നത് വാപ്പയാണ്. ഇനി ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിൽ അവർക്കാദ്യമായി സ്നേഹവും ബഹുമാനവും ആദരവും തുടരണമെന്ന ആഗ്രഹവും ഒക്കെ തോന്നുന്നത് അവരുടെ വാപ്പമാരെയാണ്, പിതാക്കന്മാരെയാണ്. അപ്പൊ നമ്മൾ പിതാക്കന്മാരെന്ന നിലയിൽ, വല്യുപ്പമാരെന്ന നിലയിൽ നമ്മളെപ്പോഴും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് നന്മയെ പഠിക്കാവൂ എന്നൊരു ചിന്ത നമ്മുടെ കൽബിലെത്തിയില്ലെങ്കിൽ കാലാകാലം നമ്മൾ ശിക്ഷിക്കപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പിടിച്ചു നിർത്തപ്പെടും. അപ്പോ നമ്മളെല്ലാ കാര്യത്തിലും ആ ഒരു ചിന്ത നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരണം. മനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. പള്ളികൾക്ക് വേണ്ടി സഹായിച്ചവർക്ക്, അതുപോലെ മദ്രസകൾക്ക് വേണ്ടി സഹായിച്ചവർക്ക്, ഖൈറാത്തുകൾ തുടങ്ങിയവർക്കൊക്കെ ആനന്ദിക്കാനുള്ള വകയാണ് ഈ ആയത്ത്. ഞങ്ങൾ മരിച്ചാലും നാളെ അല്ലാഹു തആല അതിൻ്റെ ഒരു ഫലം ഞങ്ങൾക്ക് നൽകും. അതൊക്കെയും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടവരാണ്. അതോടൊപ്പം തന്നെ വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ അല്ലാഹു തആല നിജപ്പെടുത്തി വച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളും, ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളുടെയും റെക്കോർഡ് അവനെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കയ്യിലുണ്ടെന്ന് ഖുർആൻ. മരിച്ച് പരലോകത്തെത്തുന്ന നേരത്താണത് വായിക്കപ്പെടുന്നത്. നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു വലങ്കയിൽ കിതാബ് നൽകുന്നവരിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കൃത്യമായ ഒരു രേഖയിൽ അതെല്ലാം അല്ലാഹു തആല ചേർത്ത് വച്ചിരിക്കുന്നു. കൃത്യമായൊരു രേഖയിൽ അല്ലാഹു തആല അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു.
മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും മഹാന്മാരായ റഖീബും അതീദും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഓരോ ചലനങ്ങളും രേഖപ്പെടുത്താൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് പ്രേരണാകുറ്റം. ആ അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നിയമത്തിൽ തന്നെ ഒരു തെറ്റിന് പ്രേരിപ്പിച്ചാൽ അയാളും കുറ്റക്കാരനാണ്. പ്രേരണക്കുറ്റം അത് പ്രശ്നമാണ്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങളെല്ലാം അല്ലാഹുവിങ്കൽ ഭദ്രമായി വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഭദ്രമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ കാര്യങ്ങൾ എഴുതി വെക്കാൻ എത്ര ബുക്ക് വേണം അല്ലേ? നമ്മുടെയൊക്കെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതി വെക്കാൻ എത്ര ബുക്ക് വേണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതൊക്കെ പഴയ ചിന്തയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ഈ ടാബ് തുറന്നു വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ കാണാറുണ്ട്. ഇതിനടുത്തേക്ക് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പരിശുദ്ധമായ ഖുർആനിന്റെ ഏകദേശം ഒരു 10-15 തഫ്സീറുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. നമ്മുടെ ഈ ഒരു പള്ളിയുടെ ഹാളിൽ അതിങ്ങനെ അടുക്കിയാൽ ഇവിടുന്ന് ഒരു പക്ഷെ ആ മതിൽ വരെ അടുക്കി വെക്കാവുന്ന ഒരു 10-20 ലക്ഷം രൂപയുടെ കിതാബുകൾ ഉണ്ടാവും. അതതിനകത്തുള്ളത്, ഈ സാധനത്തിലുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയൊരു മെമ്മറി കാർഡിലാണ് ഈ സംവിധാനം വർക്ക് ചെയ്യുന്നത്. അപ്പൊ കാലം വളരുന്നതിനനുസരിച്ച് ഇതൊക്കെ വളരെ നിസ്സാരമാണ്. മനുഷ്യന്റെ ഉള്ളിലെ DNA എന്തെല്ലാം കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴും മനുഷ്യർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത പലതുമില്ലേ? അപ്പൊ അല്ലാഹു തആല രേഖപ്പെടുത്തും എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കേണ്ട നാളെ പരലോകത്ത് വലിയ കിതാബും ഒക്കെ ആയിട്ട് ഓരോരുത്തരും വലിയ കിതാബ്. അങ്ങനെയല്ല. ഓരോരുത്തരുടെയും പെൻഡ്രൈവ് ചിലപ്പോൾ അങ്ങോട്ട് കൈ തരും, ഇത് കുത്തിയിട്ട് കാണാൻ പറയും. ഓരോരുത്തരുടെയും മെമ്മറി കാർഡ് ചിലപ്പോൾ അങ്ങോട്ട് കൈ തരും, ഇത് ഉപയോഗിച്ച് എത്ര 1 TB 2 TB 3 TB ഒക്കെ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡുകളുടെയൊക്കെ ഇത്രയുള്ള ഒരു സാധനം. ഇതിനകത്ത് എത്ര പാട്ട്, എത്ര പ്രസംഗം അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ സാധനം. ഇത് മനുഷ്യന്റെ നമ്മുടെയൊക്കെ എവിടുന്നെങ്കിലും ഒന്ന് ഊരിയെടുത്ത് കുത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ ചെയ്ത സകലത്. ഇത് ഇന്ന് വലിയ അത്ഭുതമല്ല. അതായത് ഒരു മനുഷ്യൻ, ഉദാഹരണം പറയാൻ ചെറുപ്പക്കാരുൾപ്പെടെ മനസ്സിലാക്കാൻ, ഒരു മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ അയാൾ അതിൽ എത്ര തവണ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് വരെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പഠനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അയാൾ ഏതെല്ലാം സൈറ്റിൽ കയറിയിട്ടുണ്ട്, എത്രയെല്ലാം വായിക്കാൻ ശ്രമിച്ചാലും അയാൾ എവിടെയെല്ലാം എത്തിയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു രേഖ നമ്മുടെയൊക്കെ ഫോണുകളിൽ ഉണ്ടാകും. എന്തെല്ലാം സൈറ്റുകളിൽ ഏതെല്ലാം സമയത്ത് എവിടെയെല്ലാം ഉപയോഗപ്പെടുത്തി ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ട്രാൻസാക്ഷൻ ഉൾപ്പെടെ എല്ലാം ഇന്ന് ഫോണിലായ കാലമാണ്. പരിധി വിട്ടാൽ അപ്പോഴേ അറിയാൻ പറ്റും. എല്ലാത്തിനും കൃത്യമായ രേഖകൾ ഇന്നത്തെ ഗവൺമെന്റുകളുടെ കയ്യിൽ തന്നെ എല്ലാത്തിനും കൃത്യമായ രേഖകളുണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാട്സപ്പ്, ആ വാട്സപ്പിന്റെ തന്നെ സെറ്റിങ്സിൽ പോയാൽ കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ തന്നെ മറന്നുപോയ മെസ്സേജുകളൊക്കെ മറ്റൊരു രൂപത്തിലായി, അതായത് അത്യാവശ്യം വന്നാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലായി ഡാറ്റാബേസിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്താലും ഇല്ലേലും ഒക്കെ നിങ്ങളുടെ വാട്സപ്പിൽ എന്തൊക്കെ അയച്ചിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പലരുടെയും ചാറ്റുകളും മറ്റുമൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. എത്ര വായിക്കാൻ ശ്രമിച്ചാലും തെറ്റ്. അത് ദുനിയാവെന്ന് തന്നെ പറ്റുമെങ്കിൽ പരലോകത്ത് പടച്ചവനത് വല്ല പ്രയാസമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കും. പടച്ചവൻ അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ അല്ലാഹു തആലയെ കൂടുതൽ വെളിപ്പെടുത്തുന്നതാണ് ലോകത്ത് ഓരോ കാലത്തുമുള്ള ചലനങ്ങൾ. അല്ലാഹു പറയുന്നു, നിങ്ങളെക്കുറിച്ചെല്ലാമുള്ള കൃത്യമായ രേഖ അവന്റെ പക്കലുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കൃത്യമായ വ്യക്തമായ ഒരു രേഖയിൽ അല്ലാഹു നിജപ്പെടുത്തി വെക്കുന്നുമുണ്ട്. അത് വാക്കാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, ഇടപാടുകളാകട്ടെ, എന്തു തന്നെയാണെങ്കിലും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓരോന്നും ശ്രദ്ധയോടെ ചെയ്യണം. കൃത്യമായി നമ്മെ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഒരു CCTVയുടെ മുമ്പിലാണ്. ഒരു കടയിലെത്തിയാൽ CCTV ഒക്കെ ഈ അടുത്ത കാലത്തല്ലേ വന്നത്. ഒരു രേഖയുടെ മുന്നിലാണ്. നമ്മുടെ നിശ്ചലനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയ സാധനം ഒപ്പിയെടുക്കുന്നു. എന്ത് സംഭവിക്കുന്നു എന്നൊപ്പിയെടുക്കുന്നു. അപ്പൊ ഇതിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന തലച്ചോറ് മനുഷ്യന് നൽകിയ ഒരു റബ്ബില്ലേ, ആ റബ്ബിന് നമ്മുടെ ചലനങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു പ്രയാസം ഉള്ള കാര്യമല്ല. അതുകൊണ്ട് പറഞ്ഞു വന്നത് 3 ആശയങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞു വെച്ചത്. ഒന്ന്, അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കും.
അവൻ തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. 2, നിങ്ങളുടെ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളെയും അല്ലാഹു തആല രേഖപ്പെടുത്തും. 3-മത്തത് നമ്മുടെ എല്ലാം ജീവിതം കൃത്യമായ ഒരു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവന്റെ പക്കലുണ്ട്. അല്ലാഹു അവന്റെ കാരുണ്യം നമുക്ക് ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. ഇനി ഖുർആൻ ഇതിനോട് ഉപമിച്ചുകൊണ്ടൊരു ചരിത്രം പറയുകയാണ്. സൂറത്ത് യാസീനിലെ ഏറ്റവും മനോഹരമായ ചരിത്രം. സൂറത്ത് യാസീനിൽ മനോഹരമായൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ. ഖുർആൻ ഒരു ചരിത്ര പുസ്തകമല്ല, കഥ പറയുന്ന പുസ്തകമല്ല. പക്ഷേ ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് അതിന് ഉപോത്ബലകമായി ചില ചരിത്രങ്ങൾ പറയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചല്ലോ ഒരു മുബീൻ നമ്മൾ ഓതി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ പറഞ്ഞ കാര്യങ്ങളെ അള്ളാഹു ഒന്നുകൂടി ചരിത്രം കൊണ്ട് ബലപ്പെടുത്തുകയാണ്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ. ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു ഖറിയക്കാരെ, ഒരു നാട്ടുകാരെ അവർക്ക് ഉദാഹരണമാക്കി പറഞ്ഞു കൊടുക്കൂ. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. ഒരു നാട്ടുകാരുടെ ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്കും. ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം, മദീന എന്ന് പറഞ്ഞാൽ പട്ടണം. പരിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ കാണാം. പലപ്പോഴും ഖുർആൻ ഉപമകളും ചരിത്രങ്ങളും പറയുമ്പോൾ എന്ത് ചെയ്യാറില്ല, ഇതേത് സ്ഥലമാണ് എന്ന് നിജപ്പെടുത്തി പറയാറില്ല. അതിനൊരുപാട് ഹിക്മത്തുകൾ മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. പല വിഷയങ്ങളും പറയും. ഇന്ന സ്ഥലത്ത്, അത് ഇന്ന രാജ്യത്ത് ഇന്ന സ്ഥലത്ത് എന്ന് എന്ത് ചെയ്യാറില്ല. അത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, പിൽക്കാലത്ത് ചിലപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് മാറിയേക്കാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പലർക്കും നിഷേധിക്കാം. പിന്നീട് ആ സ്ഥലത്ത് ജനിക്കുന്നതും ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർ ചിലപ്പോൾ മോശപ്പെട്ടേക്കാം, ഞങ്ങളുടെ മുൻതലമുറ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഖുർആൻ പേര് പറഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞ ജനതയുടെ ചരിത്രം പറയുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ജീവിച്ച സ്ഥലം, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനത ജീവിച്ച സ്ഥലം, മദിയൻ ഗോത്രം ജീവിച്ച സ്ഥലം, ഇതൊക്കെ ലോകത്തുണ്ട്. അപ്പൊ ഇവിടെ പല സ്ഥലങ്ങളിലും അള്ളാഹു പ്രയോഗിച്ചതുപോലെ ഒരു ഗ്രാമത്തിന്റെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. ഒരു ഗ്രാമത്തിന്റെ കഥ. ആ ഗ്രാമം ഏതാണ് എന്ന് മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീനിലെ ബത്ലഹേമിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ, ഫലസ്തീനിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമം തുർക്കിയിലാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പലരും രേഖപ്പെടുത്തിയത്. പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമമാണ് എന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫലസ്തീനിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുകയും അതിൻ്റെ പൂജകൾ, അതിൻ്റെ ഇടപാടുകൾ, അതിൻ്റെ വർത്തമാനങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവിടെയുള്ളത്. അവർക്ക് അള്ളാഹുവും അവൻ്റെ റസൂലും തൗഹീദും ഒന്നും അറിയില്ല. അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ തിരിഞ്ഞു കളഞ്ഞ ആളുകൾ, അവരെയാണ് ഇവിടെ ഉദാഹരിക്കുന്നത്. ആ സ്ഥലത്തേക്ക്, അവിടേക്ക് പോയ ആളുകൾ, ഇദ് ജാഅഹൽ മുർസലൂൻ, അവിടേക്ക് ദൂതന്മാർ ചെന്ന സന്ദർഭം, മുർസലീങ്ങൾ അവിടേക്ക് ചെന്ന സന്ദർഭം ചരിത്രത്തിൽ കാണാം. സയ്യിദുനാ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ 3 പേരാണ് അങ്ങോട്ട് പോയത്. ഈസാ നബി അലൈഹിസ്സലാം അവരെ പറഞ്ഞയച്ചു. ഈസാ നബിയുടെ ദൂതന്മാർ, അല്ലെങ്കിൽ അള്ളാഹു തന്നെ നിയോഗിച്ച ദൂതന്മാർ, രണ്ടുമാകാം. ഇദ് ജാഅഹൽ മുർസലൂൻ, അവര് അങ്ങോട്ട് പോയ ആ സന്ദർഭത്തെ ഖുർആൻ ഓർത്തു പറഞ്ഞു കൊടുക്കുകയാണ്. വലിയൊരു ചരിത്രത്തിന്റെ ആരംഭം അവിടെ നിന്ന് തുടങ്ങി വെക്കുകയാണ്. 2 ആളുകൾ ആദ്യം അങ്ങോട്ട് പോയി, 2 നബിമാർ. അവരെത്തിയ സംഭവം മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്.
ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം അറിഞ്ഞു. അവിടേക്ക് പ്രബോധനത്തിന് പോകണം. ആ സമയത്ത് അവർ ഈസാ നബിയോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് അവരുടെ ഭാഷ അറിയില്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ ഭാഷ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഭാഷ ഒരു പ്രശ്നമാകണ്ട, ഈ ഭാഷ നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്നിട്ട് ചോദിച്ചു, ഈ 1000 കിലോമീറ്റർ അപ്പുറം ഞങ്ങൾ എങ്ങനെ പോകാനാണ്? ഇന്നത്തെ കാലം പോലെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് ഇപ്പൊ 1000 കിലോമീറ്റർ അപ്പുറം വരെ പോവാം? അല്ലാഹു തആല അതിന് വഴിയുണ്ടാക്കി തരും. അവര് 2 പേരും അല്ലെങ്കിൽ 3 പേരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവരെ കൊണ്ടുപോയി അവിടെ എത്തിച്ചു. അവരെ ഫലസ്തീനിൽ നിന്ന് ഉറങ്ങിയ സമയത്ത് 2 നബിമാരെ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ പറഞ്ഞ ഗ്രാമത്തിലേക്ക് എത്തിച്ചു. മഹാന്മാരായ ആ 2 പ്രവാചകന്മാർ അല്ലെങ്കിൽ ദൂതന്മാർ അവരിലേക്ക് ചെന്നു. അവരിലേക്ക് ചെന്നിട്ട് അള്ളാഹുവിന്റെ ദീന് അവർക്ക് പ്രബോധനം ചെയ്തു. ഇദ് അർസൽനാ ഇലൈഹിം ഉസ്നൈൻ ഫകദ്ദബൂഹുമാ. ഈ ആയത്തൊക്കെ ഓതുമ്പോൾ ഈ ചരിത്രം ഇങ്ങനെ ഓർമ്മ വന്നാൽ എന്ത് രസാ. വദരിബ ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ. അവരിലേക്ക് മുർസലീങ്ങൾ ചെന്നു. ആ മുർസലുകൾ ഇന്നാ അർസൽനാ ഇദ് അർസൽനാ ഇലൈഹിം ഉസ്നൈൻ ഫകദ്ദബൂഹുമാ. അവരവിടെ ചെന്നിട്ട് അവരുടെ പ്രബോധനം ഡയറക്റ്റായി ആരംഭിച്ചു. അവരുടെ പ്രബോധനം അങ്ങനെ തുടങ്ങി. അള്ളാഹു ഏകനാണെന്ന് അവരോട് പറഞ്ഞു. ഡയറക്റ്റ്. അവരുടെ പേരുകളൊക്കെ, വ്യത്യസ്ത പേരുകളൊക്കെ തഫ്സീറുകളിൽ കാണാം. അതെല്ലാം കൂടി ചർച്ച ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അവര് നേർക്കുനേർ പ്രബോധനം തുടങ്ങി. അള്ളാഹു ഏകനാണ്, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ശരിയല്ല, നിർത്തിവെക്കണം, തൗഹീദിലേക്ക് മടങ്ങി വരണം. അവര് ജനങ്ങളുടെ ഇടയിൽ പ്രബോധനം ചെയ്തു. അവർക്ക് അള്ളാഹു നൽകിയ ചില കഴിവുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള കഴിവ്. ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ കഴിവാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള കഴിവാണ് അവർക്ക് പ്രത്യേകമായി ഉണ്ടായിരുന്നത്. അവര് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ ഇടയിലൂടെ ദീന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു. നേരെ തൗഹീദിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ട് നടന്നു. അവരിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യനെ കണ്ടു. ആട്ടിടയനായ 80 വയസ്സുള്ളൊരു മനുഷ്യൻ. ഈ മനുഷ്യനെ ഹൃദയത്തിൽ വെച്ചേക്കണം കേട്ടോ. 80 വയസ്സുള്ള ഒരു മനുഷ്യനെ വഴിയിൽ വെച്ച് കണ്ടു. നിങ്ങളാരാണ്? നഹ്നു റസൂലാ, ഞങ്ങൾ മുർസലീങ്ങളാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞങ്ങൾ അള്ളാഹു ഏകനാണെന്ന് പറയാൻ വന്നു. ഞങ്ങൾ ഈസാ പ്രവാചകരിൽ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന്മാരിൽ വിശ്വസിക്കാൻ വന്നവരാണ്, പറയാൻ വന്നവരാണ്. നിങ്ങൾ ദൂതന്മാരാണ് എന്നതിനെന്താണ് തെളിവ്? ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ദൂതന്മാരാണെന്നതിന് എന്താണ് തെളിവ്? അവര് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? അപ്പൊ പറഞ്ഞു, വരൂ. 80 വയസ്സുള്ള ഈ മനുഷ്യൻ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ മനുഷ്യന്റെ പേര് ഹബീബുൻ നജ്ജാർ എന്നായിരുന്നു. ഹബീബുൻ നജ്ജാർ എന്ന മനുഷ്യൻ സാഹിബു യാസീൻ എന്നാണ് അറിയപ്പെടുക. ഹബീബുൻ നജ്ജാർ എന്ന മനുഷ്യൻ ഈ ആളുകളെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങൾ മുർസലുകളാണെന്നല്ലേ പറഞ്ഞത്? എന്റെ മകൻ ഇതാ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. എന്റെ മകൻ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. ആ മകനെ നിങ്ങൾക്കൊന്ന് ചികിത്സിച്ച് സുഖപ്പെടുത്തി തരാമോ? ഉടനെ അവര് ഫമസഹ യാ ബുനയ്യ ഖും ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ മുർസലുകൾ ആ കുട്ടിയുടെ ദേഹത്തിങ്ങനെ തടകി കൊടുത്തിട്ട്, ഓ മോനെ, അള്ളാഹുവിനെ കൊണ്ട് നീ എഴുന്നേറ്റ് വരൂ എന്ന് പറഞ്ഞു. രോഗം മാറി, ആൾ എഴുന്നേറ്റ് വന്നു. ഉടനെ ആ മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ നിങ്ങളെ കൊണ്ടും നിങ്ങളുടെ റബ്ബിനെ കൊണ്ടും ഒക്കെ വിശ്വസിച്ചു. ദീനിലേക്കൊന്ന്, ഈമാനിലേക്കൊന്ന്. ആ മനുഷ്യന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ആട്ടിടയൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജോലി വിഗ്രഹം നിർമ്മിക്കുന്ന മനുഷ്യനായിരുന്നു. ആശാരിയായിരുന്നു, വിഗ്രഹത്തെ നിർമ്മിക്കുന്ന മനുഷ്യനായിരുന്നു ഹബീബുൻ നജ്ജാർ. ഇത് ഈ പേര് കൽബിൽ വെച്ചേക്കാൻ പറഞ്ഞത്, ഈ ചരിത്രം പറഞ്ഞു തീരാൻ ഒരു 2-3 ക്ലാസ്സുകൾ വേണ്ടി. അത്ര വിശാലമായൊരു ചരിത്രമായിരുന്നു.
അപ്പൊ ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ ഇസ്ലാമിലേക്ക് വന്നു. അവിടുന്നാണ് ഇവരുടെ പ്രബോധനത്തിന്റെ തുടക്കം, അവിടുന്നാണ് ഇവർ തുടങ്ങുന്നത്. എന്നിട്ട് ഈ രണ്ട് നബിമാരും, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, രണ്ട് നബിമാർ, ആ രണ്ട് നബിമാരും ഇത് അർസൽനാ ഇലൈഹി മുസ്നൈൻ, രണ്ടാളുകളും ബാക്കിയുള്ള ജനങ്ങളിലേക്ക് പോയി. ജനങ്ങളുടെ ഇടയിൽ അവർ വലിയ വിപ്ലവമുണ്ടാക്കി. ജനങ്ങളുടെ ഇടയിൽ നേർക്കുനേരെ തൗഹീദ് പറയാൻ തുടങ്ങി. നേർക്കുനേരെ അള്ളാഹുവിനെ അവർ പരിചയപ്പെടുത്തി. പരിശുദ്ധമായ ദീനിനെ കുറിച്ച് അവർ വർത്തമാനം പറഞ്ഞു. ജനങ്ങളുടെ രോഗങ്ങൾ മാറ്റി. ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ഈ വിവരം കൊട്ടാരത്തിൽ അറിഞ്ഞു. രാജാവ് അറിഞ്ഞു, ഞങ്ങളെ നാട്ടിൽ രണ്ടാൾ ഇറങ്ങിയിട്ട് വലിയ വിപ്ലവം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും ചോദിച്ചില്ല, ആ രണ്ടുപേരെയും കൊണ്ടുപോയി ജയിലിലടച്ചു കളഞ്ഞു. രണ്ട് നബിമാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. രണ്ടാളുകളും ജയിലിലായി. ജനങ്ങളൊക്കെയും ഭയന്നുപോയി. ഭരണകൂടം അവരെ പേടിപ്പിച്ചു. ഈ ഹക്ക് പറയാൻ വന്ന ആളുകളെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ജയിലിലടച്ചു. രണ്ട് നബിമാരെയും ജയിലിലടച്ചു കളഞ്ഞു. ആ രണ്ട് നബിമാരും ജയിലിലായ സന്ദർഭം സയ്യിദുനാ ഈസാ പ്രവാചകരറിഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ട രണ്ടാളുകളും ജയിലിലാണ്. ഈ രണ്ടുപേരും ജയിലിലായപ്പോൾ മൂന്നാമത്തെ ഒരാളെ അങ്ങോട്ട് നിയോഗിച്ചു. അവിടെയാണ് നമ്മൾ ഖുർആനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കൽബിന് കിട്ടുന്ന വെളിച്ചവും തെളിച്ചവും മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് വന്ന ആളിന്റെ പണി ഇതായിരുന്നില്ല. മൂന്നാമത്തെ ഒരു നബി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. രണ്ടുപേര് പോയി പ്രബോധനം ചെയ്തു, അവരെ പിടിച്ചു, ജയിലിലടച്ചു. അതൊക്കെ ഉറങ്ങുന്നുണ്ടോ? ഇല്ല, ജയിലിലടച്ചു എന്ന് മാത്രമല്ല, ഈ വിവരം ഈസാ നബി അറിയുകയും ആ അവസരത്തിൽ മറ്റൊരാളെ അങ്ങോട്ട് നിയോഗിക്കുകയും ചെയ്തു. മൂന്നാമത് വന്ന ആളിനോട് പറഞ്ഞത് നേരത്തെ ചെന്ന ആളുകൾ ചെയ്ത പണി ചെയ്യാനല്ല, നിങ്ങളുടെ പ്രബോധനത്തിന്റെ ശൈലി വേറെയാണ്. മൂന്നാമത് ചെന്നയാൾ നല്ല ആകാര സൗഷ്ഠവമുള്ള, കാണാൻ നല്ല ഗാംഭീര്യമുള്ള ആൾ. നേരെ ചെന്നത് കൊട്ടാരത്തിലേക്കാണ്, നേരെ ചെന്നത് രാജാവിന്റെ അടുത്തേക്കാണ്. രാജാവിനെ പരിചയപ്പെട്ടു. രാജാവുമായി സൗഹൃദം സ്ഥാപിച്ചു. രാജാവിനോട് വലിയ ബന്ധമുള്ളയാളായി മാറി. ഭയങ്കര ഇസ്സത്തിലായതാണ്. ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമത്തെ ആളിനെ കൊണ്ട് ഇസ്സത്താക്കി എന്ന് പറഞ്ഞു. അപ്പോ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടി. എന്ന് മാത്രമല്ല, രാജാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ചികിത്സക്കാരനായി മാറി. അദ്ദേഹത്തിന്റെയും കഴിവ് ചികിത്സിക്കാന്നുള്ളതാണ്. രാജാവിന്റെ മകളുടെ രോഗവും അവർ സുഖപ്പെടുത്തി കൊടുത്തു. അതോടുകൂടി അവർക്ക് വലിയ പദവി ലഭിച്ചു. ഞാൻ ഈ ആയത്തൊക്കെ ഓതുമ്പോൾ കൽബിന് തെളിച്ചം കിട്ടുക എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ് ഉലമാ എന്ന് പറയുന്നത്, ആലിമീങ്ങൾ. അവർ പലതരത്തിലുള്ള പ്രബോധനമായിരിക്കും നടത്തുക. ചില ആളുകൾ നേർക്കുനേരെ പോരാട്ടം നടത്തും, ചില ആളുകൾ ജയിലിലടയ്ക്കപ്പെടും, ചില ആളുകൾ അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. ഇവരൊക്കെ കണ്ടിട്ട് നമ്മൾ അവരെ വിലയിരുത്തുകയോ കുറ്റം പറയുകയോ തെറ്റു പറയുകയോ ചെയ്യരുത്. ഈ ആയത്തതിനൊരു പാഠമാണ്. രണ്ട് നബിമാർ നേർക്കുനേരെ പ്രബോധനം നടത്തി, അവരെ ജയിലിലടച്ചു. മൂന്നാമത്തെ ആളിനെ കൊണ്ട് ഇസ്സത്താക്കി എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ആൾ അധികാരത്തിൽ ചേർന്നു, അധികാരികളുടെ കൂടെ ചേർന്ന് കൊടുത്തു. അതിന്റെ ഹിക്മത്ത് അതിലൂടെ ദീന് പറഞ്ഞു കൊടുക്കാനാണ് ആ രാജ്യത്ത്. അപ്പൊ ഇനി ഉപയോഗിക്കേണ്ട വഴി ഇതല്ല. അപ്പൊ ലോകത്തുള്ള ആലിമീങ്ങൾ, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആലിമീങ്ങൾ വ്യത്യസ്ത നിലപാടുകളുള്ളവരായിരിക്കും. ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ഒരു ആലിമിനെയും കുറ്റം പറയാൻ തോന്നൂല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മീഡിയകളും സോഷ്യൽ മീഡിയകളും ഒക്കെ കണ്ടിട്ട് ആരെയും കുറ്റം പറയാൻ നമ്മൾ ഒരുങ്ങരുത്. കാരണം ദീന് പ്രബോധനം ചെയ്യാൻ അമ്പിയാക്കൾക്ക് വിവിധങ്ങളായ വഴികളാണ് അള്ളാഹു തുറന്നിട്ട് കൊടുത്തത്. അമ്പിയാക്കളിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. സയ്യിദുനാ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം രാജാവായിരുന്നു. സുലൈമാന്റെ കയ്യിലുള്ള മോതിരത്തിന്റെ വില അന്ന് ലോകം മുഴുവനുമുള്ള ധനം ഒരുമിച്ച് കൂട്ടിയാലും എത്തിച്ചേരുമായിരുന്നില്ല. അത്ര വിലപിടിപ്പുള്ള മോതിരം ധരിച്ചിരുന്നു സയ്യിദുനാ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. മഹാനായ സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം ഇരുമ്പ് പണിക്കാരനായിരുന്നു. ഇരുമ്പ് മയപ്പെടുത്തിയെടുക്കുന്ന പണിക്കാരൻ. നബിമാരുടെ കൂട്ടത്തിൽ ഫക്കീറുമാരുണ്ട്, ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറികളിലാണ് അമ്പിയാക്കൾ ഉള്ളത് എന്നതുപോലെ ആലിമീങ്ങളും വ്യത്യസ്ത കാറ്റഗറിയിലാണ്. എല്ലാ ഉസ്താദുമാരും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല, എല്ലാ ആലിമീങ്ങളും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടെ ശൈലിയും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടെ പ്രബോധനവും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ ഇതൊക്കെ അതാണ് ഖുർആൻ നമ്മുടെ കൽബിന് വെളിച്ചം നൽകും.
അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയും കുറ്റം പറയാനും തെറ്റു പറയാനും ഒന്നും പോകണ്ട. നമ്മൾ നമ്മുടെ ആഖിറത്തെക്കുറിച്ച് ആലോചിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഖുർആൻ നമ്മുടെ ഖൽബിന് നൽകുന്ന വെളിച്ചം. ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. മൂന്നാമത്തെ ആളിനെ കൊണ്ട് അവരെ ഇസ്സത്താക്കി നിർത്തിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രബോധനം അവർക്ക് വല്ലാത്ത ഇസ്സത്തും ഊർജവും നൽകി. അപ്പൊ രണ്ടുപേര് ജയിലിലുണ്ട്, മൂന്നാമത്തെ ആള് രാജാവിന്റെ കൂടെയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു സന്ദർഭത്തിൽ ജയിലിന്റെ അടുത്തുകൂടി പോകുമ്പോ രാജാവിനോട് മൂന്നാമത് വന്ന നബി ചോദിച്ചു, ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആരാ? അപ്പൊ പറഞ്ഞു, ഇവര് രണ്ടുപേര് നേരത്തെ ഇവിടെ വന്നിട്ട് നമ്മുടെ ദൈവങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ ആരാധനകളെയൊക്കെ മാറ്റിപ്പറഞ്ഞ് നമ്മുടെ ആളുകളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയ ആളുകളാണ്. അവര് വലിയ കേമന്മാരാണ്, വലിയ ചികിത്സാരികളാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നമുക്കവരെ ഒന്ന് ചലഞ്ച് ചെയ്താലോ, നമുക്കവരെ ഒന്ന് വിളിച്ചുകൊണ്ട് വന്ന് ചലഞ്ച് ചെയ്താലോ. അവരെ രണ്ടുപേരെയും ജയിലിൽ നിന്ന് കൊണ്ടുവരൂ. അവരെ രണ്ടുപേരെയും ജയിലിൽ നിന്ന് കൊണ്ടുവന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുർസലീങ്ങളാണ്. ഇവർക്ക് മൂന്ന് പേർക്കും അറിയാം, ഇവർ മൂന്നുപേരും ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്. പക്ഷെ ഇപ്പുറത്തുള്ള ആള് ഇവരെ കണ്ടിട്ട് ഒരു പരിചയഭാവവും കാണിച്ചില്ല, ഒരു പരിചയവും കാണിച്ചില്ല. ഞങ്ങൾ മൂന്നുപേരും നബിമാരാണ് എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതാണ് ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ചികിത്സിക്കാൻ നിങ്ങളുടെ കഴിവ് നിങ്ങൾ പുറത്തെടുക്കൂ. അപ്പൊ അവർ ചോദിച്ചു, ആരെയാ ഞങ്ങൾ ചികിത്സിക്കേണ്ടതെന്ന് ചോദിച്ചു. ആരെയാണ് ഞങ്ങൾ ചികിത്സിക്കേണ്ടത്? പല ആളുകളെയും വലിയ രോഗികളായ ആളുകളെ കൊണ്ടുവന്നപ്പോൾ അവർ ചികിത്സിച്ചു. അപ്പൊ എന്തൊരു അത്ഭുതം, ഇവരുടെ കഴിവ് എത്ര വലുതാണ്. അവർ അള്ളാഹുവിന്റെ നാമത്തിൽ ചികിത്സിക്കുന്നു. രാജാവിന് ഇതിങ്ങനെ മൂന്നാമത്തെ ആളിങ്ങനെ പറഞ്ഞു കൊടുത്തു, നോക്കൂ അവര് നല്ല മനുഷ്യരാണ്, അവര് മോശപ്പെട്ട ആളുകളൊന്നുമല്ല. നിങ്ങൾ ജയിലിലടച്ച ആളുകൾ എത്ര മോശപ്പെട്ട ആളുകളൊന്നുമല്ല, അവർക്ക് അള്ളാഹു വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവസാനമായി രാജാവിന്റെ മകളുടെ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അവർ മാറ്റിക്കൊടുത്തു. എന്നിട്ട് ഇവർ ഉൾക്കൊള്ളുന്നില്ല. ഇവിടുന്നാണ് അങ്ങോട്ടുള്ള കണക്ഷൻ. അവരുടെ കൺമുന്നിൽ ഇതൊക്കെ കണ്ടിട്ടും അവർ ഉൾക്കൊണ്ടില്ല. ഏതുപോലെ അവരുടെ കഴുത്തിൽ ചങ്ങല വെച്ചു എന്ന് പറഞ്ഞതുപോലെ, മുമ്പിൽ മറ വെച്ചു എന്ന് പറഞ്ഞതുപോലെ, അതാണ് കൂടെ ഉണ്ടാവണ യാസീനില്ലേ മറ. ഇതൊക്കെ കണ്ടിട്ടും അവർ ഈ സത്യത്തെ ഉൾക്കൊണ്ടില്ല. അത് ഉൾക്കൊള്ളാതെ വന്നപ്പോ അങ്ങേ അറ്റമെത്തി ഇവർ ഉൾക്കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ മൂന്നാമത്തെ ആൾ ഉച്ചയിസ്തരം പറഞ്ഞു, ഞാനും ഇവരുടെ കൂടെയുള്ളയാളാണ്. ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഞാനും ഇവരുടെ കൂടെയുള്ള ആളാണ്, ഞങ്ങൾ മൂന്ന് പേരും മുർസലീങ്ങളിൽ പെട്ടയാളാണ്. അതോടുകൂടി കൊട്ടാരത്തിൽ വലിയ പ്രശ്നമായി. ഇത്ര കാലം രാജാവിന്റെ കൂടെ നടന്ന ഇയാള് ആരാണ്? അള്ളാഹുവിന്റെ നബിയാണെന്നും മുർസലാണെന്നും ദൂതന്മാരാണെന്നും ഒക്കെ പറയുന്നു. ജയിലിൽ കിടന്ന അതേ ആളുകളുടെ ആശയാണ് ഇവർക്കുള്ളത് എന്ന് പറയുന്നു. എന്നതോടുകൂടി കൊട്ടാരമാകെ ഇളകി മറിഞ്ഞു. പക്ഷെ രാജാവിന്റെ മകളുടെ അസുഖം മാറ്റി എന്നതുകൊണ്ട് രാജാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാളെ കൈവിട്ട് കളയാനും പറ്റില്ല. മൂന്നാമനായ ആൾ, ആ മൂന്നാമനെ കൊണ്ട് ജയിലിൽ കിടന്ന രണ്ടുപേരെയും കൂടി ഇറക്കി വെച്ചിട്ട് ഇസ്സത്താക്കി കൊടുത്തു അല്ലാഹു തആല. ജനങ്ങൾ അതിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ഫഖാലൂ, അവര് പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ മൂന്ന് പേരും മുർസലീങ്ങളാണ്. രണ്ടുപേര് നേരത്തെ വന്നു, അവർ വേറൊരു ശൈലിയിൽ പ്രബോധനം ചെയ്തു. ഞാൻ പിന്നീട് വന്നു. ഞാൻ വന്നതൊക്കെ, ഞങ്ങൾ മൂന്ന് പേരും വന്നതിന്റെ ലക്ഷ്യം ഒന്നാണ്. ഞങ്ങളുടെ ആഗ്രഹവും ലക്ഷ്യവും എല്ലാം ഒന്നാണ്, നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ വന്നതാണ്. ഞങ്ങൾ ഇത്രയൊക്കെ കാണിച്ചിട്ടും നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ? നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കൺമുന്നിലൊക്കെ മറ ബാധിച്ചതുപോലെ നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ? സത്യം കണ്ടാലും കേട്ടാലും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോവുകയാണോ എന്ന് മഹാന്മാരായ അവർ ആ രാജസദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്. അവര് മൂന്നു പേരും ഒന്നിച്ചു നിന്നു. പിന്നീട് അവിടെ ഉണ്ടായതൊരു വലിയ സംവാദമാണ്. മൂന്ന് നബിമാരൊരു ഭാഗത്തും രാജാവിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരും രാജാവിന്റെ കൊട്ടാരത്തിലെ ആളുകളും എല്ലാം ചേർന്നുകൊണ്ട് ഇവരെ ക്രോസ് ചെയ്യാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ.
നിങ്ങൾ ആരാന്നാ നിങ്ങൾ പറഞ്ഞത്? മുർസലുകളോ? നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ മാത്രമാണ്, നിങ്ങൾ വെറും സാധാരണക്കാരാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ലോകത്ത് വന്ന പ്രബോധനം ചെയ്ത സകല നബിമാരെയും അവരുടെ ശത്രുക്കൾ നേരിട്ട ശൈലിയാണ്, നിങ്ങൾ വെറും സാധാരണക്കാരാണ്, നിങ്ങൾ വെറും സാധാരണക്കാരാണ്. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, ഞങ്ങളെപ്പോലെ നിങ്ങളും വെറും മനുഷ്യർ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ചോദിച്ചില്ലേ, നിങ്ങളെങ്ങനെ നബിയാകും? നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ഒരാളല്ലേ? നബിയാക്കണമായിരുന്നെങ്കിൽ തായിഫിലെയും മക്കയിലെയും ഒക്കെ വലിയ സമ്പന്നരൊക്കെ നബിയാകേണ്ടിയിരുന്നില്ലേ? നിങ്ങളെയാണോ അള്ളാഹു നബിയാക്കുന്നത്? ഞങ്ങളെപ്പോലെ മനുഷ്യരാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞു. ഇത് സയ്യിദുന മൂസാ നബിയോട് പറഞ്ഞിട്ടുണ്ട് അലൈഹിസ്സലാം, സയ്യിദുന ഈസയോട് പറഞ്ഞിട്ടുണ്ട് അലൈഹിസ്സലാം. ആരെല്ലാം പ്രബോധനത്തിന് വന്നിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. വ്യത്യസ്തങ്ങളായ വാക്കുകൾ വിവിധങ്ങളായ സൂറത്തുകളിൽ കാണാം. അങ്ങനെ പറയുന്നത് എന്തിനാണ്? സാധാരണക്കാരനാണ് എന്ന് ഒരാളെ വെറും സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് പലതരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാം, അതിൻ്റെയൊക്കെ തുടക്കം ഇവിടുന്നാണ്. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലെ വെറും ഒരു സാധാരണ ജനങ്ങളാണ്. ഇപ്പൊ സാധാരണക്കാരന് പലതരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവും, ഹാലൂസിനേഷനുകൾ ഉണ്ടാവും, പലതും കണ്ടു കേട്ടു എന്നൊക്കെ തോന്നും. അപ്പോ സാധാരണക്കാരനുണ്ടായ ഒരു തോന്നലായേക്കാം വഹി. ജിബ്രീലിനെ കണ്ടു എന്ന് പറഞ്ഞത് നമ്മളെപ്പോലെ സാധാരണ ഒരാൾക്കുണ്ടായ ഒരു തോന്നലായേക്കാം. ഖുർആൻ അവതരിച്ചു എന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരന്റെ ഹാലൂസിനേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്തകളോ ആയേക്കാം. അതിലൂടെ, അതായത് ഈ ഒരൊറ്റ വാദത്തിലൂടെ തൗഹീദിനെ ഒടിച്ച് റിസാലത്തിനെ നിഷേധിച്ചു കളയുകയാണ്. നിങ്ങൾ വെറും സാധാരണക്കാരാണ്. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. ചില വാക്കുകളുടെയൊക്കെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഞങ്ങളെപ്പോലെ, സൂറത്ത് യാസീൻ, ഞങ്ങളെപ്പോലെ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാകുന്നു, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളോ കഴിവുകളോ ഒന്നുമില്ല, ഞങ്ങൾ അത് അംഗീകരിച്ചു തരാനും പോകുന്നില്ല. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസലർ റഹ്മാനു മിൻ ശൈഅ. നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നൊന്നും ഇറങ്ങിയിട്ടുമില്ല, നിങ്ങൾക്ക് വഹിയൊന്നും വന്നിട്ടുമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കിതാബൊന്നും കിട്ടിയിട്ടുമില്ല. ഒരു ജനത 3 നബിമാരെ കൊട്ടാരത്തിൽ നിർത്തിയിട്ട് ക്രോസ് ചെയ്യുന്ന വർത്തമാനമാണ്. നിങ്ങൾ ഞങ്ങളെപ്പോലെ വെറും സാധാരണക്കാരാണ്, നിങ്ങൾക്കൊരു വഹിയും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേദമൊന്നും ഇറങ്ങിയിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വാക്കൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? മക്കയിലെ ഈ ഖുറൈശികൾ പറഞ്ഞിട്ടുണ്ട്. യാസീന്റെ ആരംഭം നമ്മൾ പറഞ്ഞ അവിടുന്നല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇറങ്ങുന്നത് വഹിയല്ല, നിങ്ങൾക്ക് തോന്നലാണ്, പിശാചിന്റെ തോന്നലുകളാണ്, അല്ലെങ്കിൽ മറ്റെവിടുന്നോ കേട്ട കവിതകളാണ്, അല്ലാതെ പടച്ചവനിൽ നിന്ന് ഇങ്ങനൊന്നും ഇറങ്ങാൻ സാധ്യതയില്ല എന്ന് മക്കയിലെ ഖുറൈശികൾ, ശത്രുക്കൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ നബിയെ ഉദാഹരണം പറഞ്ഞു കൊടുക്ക്, ഇതുപോലെ ദൂതന്മാരെ എന്ന നേരത്ത് അവരത് ഈ വർത്തമാനം തന്നെ പറഞ്ഞിരുന്നു. എല്ലാ നബിമാരോടും നേരത്തെ ഞാൻ പറഞ്ഞില്ല, എല്ലാ നബിമാരെയും അവരുടെ വഹീനെയും നിഷേധിച്ചു തള്ളി. വമാ അൻസലർ റഹ്മാനു മിൻ ശൈഅ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ മോശക്കാരാണ്. അള്ളാഹുവിന്റെ നബിമാരെ കൊട്ടാരത്തിൽ നിർത്തിയിട്ടവർ പറയുകയാണ്, കൊട്ടാരത്തിൽ നിർത്തിയിട്ടൊരു സമൂഹം നബിമാരെ വിചാരണ ചെയ്യുകയാണ്. അവരതിന് പറഞ്ഞ മറുപടികൾ, അതിനവർ ചേർത്തുവെച്ച ഉദ്ധരണികൾ, അതിൻ്റെ അവസാനം സംഭവിച്ച സംഭവ ബഹുലമായ ചില ചരിത്ര മുഹൂർത്തങ്ങളാണ് ഇനി സൂറത്ത് യാസീനിൽ വരാനുള്ളത്. അതായത് സൂറത്ത് യാസീനിലെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്ന ചില ചരിത്രങ്ങൾ, അതാണിനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ വരാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനും വിശാലമായി പാരായണം ചെയ്യാനും, നമ്മൾ ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കൽബിൽ ഇതൊക്കെ ഓർമ്മ വരണം. ഇന്ന് മുതൽ വദരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇത് ജാഅഹൽ മുർസലൂൻ എന്നൊക്കെ ഓതുമ്പോൾ എന്ത് വേണം? ഇത് ഓർമ്മ വരണം. മുർസലീങ്ങൾ ചെന്ന സംഭവം, അവരവിടുന്ന് എത്തിയ സംഭവം, അവർ ചെയ്ത പ്രബോധനം, ജയിലിലടയ്ക്കപ്പെട്ട ആളുകൾ, അള്ളാഹു അകാരണമായി ജയിലിലടയ്ക്കപ്പെട്ടവർക്ക് മോചനം നൽകുമാറാകട്ടെ. എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞ പലരെയും പല കാരണങ്ങൾ കൊണ്ട് ജയിലിലടച്ചിട്ടുണ്ട്. സയ്യിദുന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരാരാണ്? ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ആരെയും നമ്മുടെ നാവ് കൊണ്ടൊരു മോശവും പറയരുത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തിൻ്റെ പ്രമാണം സഹീഹുൽ ബുഖാരിയാണ്. പക്ഷേ ഇമാം ബുഖാരി തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ സങ്കടം വരും. ബഹുമാനപ്പെട്ടവരുടെ അവസാന നാളുകൾ അവരുടെ നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. അന്യമതസ്ഥരല്ല, സ്വന്തം ആളുകൾ.
സ്വന്തം ആളുകൾ ഈ ഹദീസുകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇമാം ബുഖാരി തങ്ങളെ നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. ഓരോ നാട്ടിലെത്തുമ്പോൾ അവരെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. ഭരണാധികാരികൾ അവരെ പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. അവിടുന്ന് സങ്കടപ്പെട്ട് സ്വന്തം നാടായ ബുഖാറയിൽ നിന്ന് യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ കിതാബുകളെങ്കിലും ഞാൻ എടുക്കട്ടെ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷേ സമ്മതിച്ചില്ല. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും പ്രയാസങ്ങൾ അനുഭവിച്ച്, പ്രശ്നങ്ങൾ അനുഭവിച്ച്, ദുരിതങ്ങൾ അനുഭവിച്ച് ഒരു പെരുന്നാൾ ദിവസമാണ് സയ്യിദുനാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തോട് യാത്ര പറയുന്നത്. അതും ഒരു യാത്രാ വഴിയിൽ വെച്ചിട്ടാണ്. അതായത് സ്വന്തം നാട് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്നത്തെ ആ ഭരണാധികാരികളൊക്കെ എവിടെ? ഇന്നും ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ പേര് കേട്ടാൽ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നു. സഹീഹുൽ ബുഖാരി നോക്കാത്ത ഒരു ദിവസം ലോകത്തില്ല. അതിലെ ഒരു ഹദീസെങ്കിലും പറയാത്തൊരു ദിവസം ലോകത്തില്ല. അപ്പോൾ ഇത്രയും വലിയ സേവനം ചെയ്ത ആലിമീങ്ങളെപ്പോലും പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന ഇത്തരം രാജാക്കന്മാരൊക്കെയും അതുപോലെയുള്ള ആളുകളൊക്കെയും ആളറിയാതെ, അവരുടെ മഹത്വം അറിയാതെ, വലിപ്പമറിയാതെ ഒക്കെയും കൈകാര്യം ചെയ്ത ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പാഠങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ നബിമാർ ജയിലിലടയ്ക്കപ്പെട്ടു. അവരുടെ അനന്തരഗാമികളായ മഹാന്മാരായ പല ഇമാമിങ്ങളും ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. സയ്യിദുന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ചാട്ടവാറടിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ്? ഹക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ്, സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ്. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ മാസമായ റമദാനിൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കുകയും പഠിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുകയും വേണം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ക്ലാസ്സുകൾ നെറ്റിലൂടെയും മറ്റുമൊക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യാസീൻ്റെ ആദ്യ ഭാഗങ്ങൾ തന്നെ 5-6 ലക്ഷം ആളുകൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു അവർക്കെല്ലാം അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അപ്പോൾ റമദാൻ അതിനൊക്കെ ഉള്ളതാണ്. പണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 11 രാവ്, തറാവീഹ്, എഴുത്തിക്കാഫ്, ഖുർആൻ പാരായണം, ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ റമദാൻ എന്ന് പറഞ്ഞാൽ പൊരിക്കടികൾ, എണ്ണക്കടികൾ, കൂടെ പലതരം സർബത്തുകൾ, കുലുക്കുന്ന സർബത്ത്, കുലുക്കാത്ത സർബത്ത്. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ഉസ്താദ് കാട്ടാളം കുടിക്കാൻ വരുന്നോന്ന് ചോദിച്ചു. വിത്ത് കഴിഞ്ഞിട്ട് കാട്ടാളം കുടിക്കാൻ വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ പലതരത്തിലുള്ള എന്തെല്ലാം കുലിക്കാന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അല്ലാഹു തആല അനുവദിച്ചത് കഴിക്കാം, കുടിക്കാം. കുലു വശ്റബു വലാ തുസ്രിഫു. അതിലെന്ത് ചെയ്യരുത്? അധികം കാണിക്കരുത്, അധികം കാണിക്കരുത്, അമിതം കാണിക്കരുത്. പല സ്ഥലത്തും തറാവീഹ് 10 മിനിറ്റ് നീണ്ടുപോയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഉസ്താദ് എന്താണ് ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്നത് ചോദിക്കുന്ന ആളുകൾ കുലിക്കൊക്കെ കിട്ടാൻ അരമണിക്കൂറൊക്കെ കാത്തു നിൽക്കും. ഒരു വെള്ളം കിട്ടാനും ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കിട്ടാനും ഒക്കെ 3/4 മണിക്കൂർ കാത്തു നിൽക്കും. ഉസ്താദ് എന്താണ് ഈ ഇത്തരം തറാവീഹൊക്കെ നീട്ടുന്നതെന്ന് ചോദിക്കുന്ന ആൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഖുർആൻ അവതരിച്ച ഈ മാസം നമുക്ക് കൂടുതൽ നന്മ ചെയ്യാനുള്ള മാസമാണ്. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് വരുന്ന ദിവസം. ഇപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ തറാവീഹും കൂടി കഴിഞ്ഞാൽ ഇനി 2 തറാവീഹ് റഹ്മത്തിൻ്റെ 10 നമുക്ക് ബാക്കിയുള്ളൂ. 2 തറാവീഹ് കൂടെ ബാക്കിയുള്ളൂ. അതോടുകൂടി 1-ാമത്തെ 10 നമ്മളെ തൊട്ട് സലാം പറഞ്ഞ് പിരിയാണ്. അപ്പോൾ നമ്മുടെ ആയുസ്സിലെ സമയങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് ഈ നഷ്ടപ്പെടുന്നത് എന്ന ഓർമ്മ വേണം. അള്ളാഹു ഹലാലാക്കിയതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കുടിക്കാം, കഴിക്കാം. നോമ്പ് കാലമാണല്ലോ, തണുപ്പിക്കാനും. അത് പക്ഷെ പരിധി വിടുന്ന ഒരു കാഴ്ചയാണ് പലയിടത്തും കാണുന്നത്. പല സ്ഥലങ്ങളിലും അത് പരിധി വിട്ട് പുതിയ പുതിയ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനുവേണ്ടി കൂട്ടം കൂടുക. റമദാനിൽ ഖുർആൻ പഠിക്കാനും ഒക്കെ കൂട്ടം കൂടേണ്ടതിന് പകരം ഇതിനു വേണ്ടി കൂട്ടം കൂടുക എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, റമദാനിൻ്റെ അവസാനത്തെ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ, പ്രത്യേകിച്ച് അവസാനത്തെ ദിവസങ്ങളൊക്കെ വളരെ രാത്രികളും സമയങ്ങളും അതിൽ ഓരോ മിനിറ്റുകളും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ റമദാൻ കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദറൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? 83 കൊല്ലം കുലിക്ക് കുടിച്ച കൂലി ഉണ്ടാവുള്ളൂ. ഇബാദത്ത് ചെയ്ത കൂലിയൊന്നും ഉണ്ടാവില്ല. മൻകാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഞാൻ ഇന്നലെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് പല സ്ഥലത്തും കൂട്ടമായ ആളുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണാറില്ലേ? പല സ്ഥലത്തും ഇങ്ങനെ കൂട്ടമായിട്ട് ആളുകൾ പലതും കുടിക്കുക, കഴിക്കുക, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലതാണ്, പലതും നല്ലതാണ്. പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങൾ. രാവിലെയും പകലും മൊത്തം പട്ടിണി കിടന്ന ആളുകളാണ്. ഈ കുടിക്കുന്ന സാധനങ്ങളും മറ്റുമൊക്കെ നമ്മുടെ കിഡ്നി രോഗികൾ അധികമുള്ള സമയമാണ്. കിഡ്നിയും കരളും ലിവറും ഒക്കെ നമ്മുടേത് തന്നെയാണ് എന്നുള്ള ഒരു ചിന്തയും ഈ കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ നന്നായി പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.